അക്ഷയ് കുമാർ നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കേസരി ചാപ്റ്റർ 2. അഭിഭാഷക വേഷത്തിലാണ് ചിത്രത്തിൽ അക്ഷയ് കുമാർ എത്തുന്നത്. മാധവനും അനന്യ പാണ്ഡെയും സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ സിനിമയ്ക്ക് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. അക്ഷയ് കുമാറിന്റെ ഗംഭീര കംബാക്കാണ് കേസരി 2 എന്നും മികച്ച എഴുത്താണ് സിനിമയുടേതെന്നുമാണ് കമന്റുകൾ വരുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. മികച്ച പ്രതികരണങ്ങൾ നേടുന്നതിനൊപ്പം കളക്ഷനിലും നേട്ടമുണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നു. ആദ്യ ദിനം 14 കോടിയാണ് കേസരി 2 ആഗോളതലത്തിൽ നേടിയത്. അതേസമയം ഇന്ത്യയിൽ നിന്നും ചിത്രം 7.75 കോടിയാണ് വാരിക്കൂട്ടിയത്. രണ്ടാം ദിവസവും സിനിമ കളക്ഷനിൽ മുന്നേറുകയാണ്. 9.50 മുതൽ 10 കോടിക്കടുത്താണ് ചിത്രം നേടിയതെന്നാണ് സാക്നെൽക്ക റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ സിനിമയുടെ ഇന്ത്യയിൽ നിന്നുള്ള മൊത്തം കളക്ഷൻ 17.25 കോടിയിലധികമാകും. ചിത്രം വൈകാതെ തന്നെ 100 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയാണ് കഥയ്ക്ക് ഇതിവൃത്തം. 149.99 കെ ടിക്കറ്റുകളാണ് കേസരി 2 ആദ്യ 24 മണിക്കൂറിനുള്ളിൽ വിറ്റഴിച്ചത്. ഇത് അക്ഷയ് കുമാറിന്റെ മുൻ ചിത്രമായ സ്കൈ ഫോഴ്സിനേക്കാൾ കൂടുതലാണ്. ഇതോടെ ആദ്യ ദിനം കേസരി 2 അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി, വിജയുടെ റിലീസ് ചിത്രമായ സച്ചിൻ, ആലപ്പുഴ ജിംഖാന തുടങ്ങിയ സിനിമകളെ മറികടന്നു. ചിത്രത്തിലെ മാധവന്റെയും അനന്യ പാണ്ഡെയുടെയും പെർഫോമൻസുകൾക്കും കയ്യടി ലഭിക്കുന്നുണ്ട്. ചിത്രം കണ്ടതിനുശേഷം പ്രേക്ഷകർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലുമായിട്ടുണ്ട്. വളരെ കാലത്തിനു ശേഷമാണ് അക്ഷയ് കുമാറിന്റെ ഒരു ഗംഭീര ചിത്രം കാണുന്നതെന്നും ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ ഭീകരത വളരെ മികച്ച രീതിയിലാണ് സിനിമ ഒപ്പിയെടുത്തിരിക്കുന്നതെന്നുമാണ് ചിത്രം കണ്ട പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ധർമ്മ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് കരൺ സിംഗ് ത്യാഗിയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.